ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന +1 ഫിസിക്സ് ഹാഫ് ഇയർ എക്സാമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സെഷനിൽ വർക്ക് എനർജി ആൻഡ് പവർ വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലെ റെയർ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടോപ്പിക്സുകളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്, ഇൻഡയറക്റ്റ് 20% പ്ലസ് നമുക്ക് ഒരു ഹെവി ലെവൽ ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ബാക്കിയുള്ള ചാപ്റ്റർ നോക്കുന്നത് പെട്ടെന്ന് നോക്കാം. തൊട്ടുമ്പോൾ വീഡിയോസ് കണ്ട് നിർബന്ധമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ടോപ്പിക് വൈസ് വീഡിയോസ് വേണ്ട ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് വീഡിയോസും എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 4 ആണ്. ദറ്റ് ഈസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആദ്യം നോക്കിയിരിക്കേണ്ട ഈ ടോപ്പിക് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞോ ഇല്ലയോ നോക്കുക കേട്ടോ. ഇതൊക്കെ പറയുന്ന ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ കവർ ചെയ്ത് നിർബന്ധമായിട്ട് നോക്കണം. ബാങ്ക്ഡ് റോഡ്. അപ്പോൾ ബാങ്ക്ഡ് റോഡിൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്ന മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ വേരിയസ് ഫോഴ്സസ്, അതൊക്കെ നിർബന്ധമായിട്ട് നോക്കണം. വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണ്, പിന്നെ അവിടെ വരുന്ന സ്കിമാറ്റിക് ഡയഗ്രാം, പിന്നെയാണ് ഡെറിവേഷൻ, പിന്നെ ഒരു പ്രോബ്ലം കൂടി അവിടെ നിന്ന് നോക്കണം. ബാങ്ക്ഡ് റോഡ് ഇതേപോലെ തന്നെയാണ് ലെവൽ റോഡ്. ലെവൽ റോഡിലും ഇതുപോലെ വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണ്, സ്കീമാറ്റിക് ഡയഗ്രാം, പ്രോബ്ലംസ്, ഡെറിവേഷൻ, ഈ കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിന്നും ആദ്യം നോക്കിയിരിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ബാങ്ക്ഡ് റോഡ്, ലെവൽ റോഡുമായി ബന്ധപ്പെട്ട കാര്യം. ഈ ചാപ്റ്ററിൽ നിന്ന് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പിന്നീട് നോക്കിയിരിക്കേണ്ട ടോപ്പിക്കാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, അതിൽ നിന്നും F=ma ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ അവിടുന്ന് പ്രോബ്ലംസ് വരുന്ന തർക്കമൊന്നുമില്ല, ടൈം ഉണ്ടെങ്കിൽ പ്രോബ്ലം നോക്കാം. പിന്നെ മൊമെൻറ്റം കൺസർവേഷനാണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതിൽ 2 പ്രൂഫും പഠിക്കണം. മൊമെൻറ്റം, അതിൻ്റെ കൺസർവേഷൻ. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നും അതുപോലെ ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ നിന്നുള്ള പ്രൂഫ് നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ സെക്കൻഡ് ലോയിലെ പ്രൂഫ് കുറച്ചും കൂടി കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിക്കേണ്ട ടോപ്പിക്ക് ഇമ്പൾസ്, അതുപോലെ തന്നെ ഇമ്പൾസ് മൊമെൻറ്റം തിയറി ഉണ്ട്. ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ബട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ നല്ല ടഫാക്കിയാണ് പ്രോബ്ലംസ് വരാം കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മക്കളെ ലോസ് ഓഫ് മോഷൻ കൂടുതൽ ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ട ടോപ്പിക്ക്. പിന്നെ തിയറി ടോപ്പിക്കായിട്ട് ലോസ് ഓഫ് സ്റ്റാറ്റിക്, ലോസ് ഓഫ് കൈനറ്റിക്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചോ നോക്കുക. നിർബന്ധമായിട്ട് ഈ ടോപ്പിക്സുകൾ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ഓഫ് മോഷൻ പഠിക്കണം. പെട്ടെന്ന് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിന് 2 ഡയമെൻഷണൽ മോഷനിൽ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും, അതായത് പ്രൊജക്റ്റൈൽ മോഷൻ. അവിടെ നിങ്ങളൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 3 ഡെറിവേഷൻസ് ആണ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റീജിയൻ്റെ ഡെറിവേഷൻ, പിന്നെ നല്ല മോശമില്ലാത്തൊരു പ്രോബ്ലംസ്. ഡയറക്റ്റ് ആണ് പ്രോബ്ലംസ് ഒരു യുവിൻ്റെയും തീറ്റേൻ്റെയും വാല്യൂ തന്ന് ജീൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ട് ഡയറക്റ്റ് ഈ 3 ചോദിക്കും. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് മക്കൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഓഫ് പാത്ത് ആണ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് പാത്ത് അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി, നമ്മൾ പാരാബോളയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ആ ഒരു കേസ്. ഇത് പഠിച്ച് സെറ്റായതിന് ശേഷമാണ് പിന്നെ അവിടെ ആംഗിളിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. തീറ്റയിലും 90 - തീറ്റയിലാണ് റേഞ്ച് സെയിം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തതിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം മക്കളെ. കാരണം ക്വസ്റ്റ്യൻ വരുന്ന മോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോസായിട്ട് പെട്ടെന്ന് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, ഫ്രീ ആവുന്നതിന് റെസ്പോണ്ടിങ് ആയിട്ട്. പിന്നെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഭാഗം കേട്ടോ. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന യൂണിഫോം സർക്കുലർ മോഷൻ മസ്റ്റ് സ്റ്റഡിയിൽ വരുന്നതാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്, അതിന് എക്സാമ്പിൾസൊക്കെ പഠിക്കാം. ആ എക്സാമ്പിൾസിൻ്റെ കൂടെ എന്ത് പഠിച്ചിരിക്കണം, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, അതായത് AC-യുടെ ഡെറിവേഷൻ V²/R, ω²/R. അതിന് ബേസിക് പ്രോബ്ലം, ബേസ് പ്രോബ്ലം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ വരാനുള്ളൂ, വേറൊന്നുമില്ല അവിടെ ടഫാക്കാൻ. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞാലാണ് ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ ഡെറിവേഷൻ പഠിക്കുക, പ്രോബ്ലമും പഠിക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ എപ്പോഴും ഡെറിവേഷൻ മാത്രം പ്രോബ്ലം മാത്രമല്ല, കോൺസെപ്റ്റ് എന്നാണ് ഭയങ്കരമായിട്ട് ഫിസിക്സിനെ സംബന്ധിച്ചും വരും. ഓക്കെ, അവിടെയാണ് കുറച്ച് വെക്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. മോഡുലസ് A വെക്റ്റർ പ്ലസ് B വെക്റ്റർ ഇസ് ഈക്വൽ ടു മോഡുലസ് A വെക്റ്റർ മൈനസ് B വെക്റ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ A വെക്റ്റർ ആൻഡ് B വെക്റ്റർ. അതുപോലെ തന്നെ A വെക്റ്റർ ഡോട്ട് B വെക്റ്റർ ഇസ് ഈക്വൽ ടു മോഡുലസ് A വെക്റ്റർ ക്രോസ് B വെക്റ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്റ്ററുമായി. പിന്നെ യൂണിറ്റ് വെക്റ്റർ, സീറോ വെക്റ്റർ, ഇതിനൊക്കെ ഡെഫിനേഷൻ, യൂണിറ്റ് വെക്റ്ററിൻ്റെ കാൽക്കുലേഷൻ കൂടി അറിഞ്ഞിരിക്കാം. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ മോഷനാണ്. മോഷൻ ഇൻ എ
മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഷുവർ എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതാരാണ്? കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ? കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതായത് നമ്മൾ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സി ഈക്വൽ യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ഡെറിവേഷൻ വിത്ത് പ്രോബ്ലംസ് പഠിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഗ്രാഫ്സ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം ആക്സിലറേഷനിൽ പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ്റെ ഈ ഒരു ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, പിന്നെ ഗ്രാഫുകളുടെ യൂസസ് ഒക്കെ ഒന്ന് വായിച്ച് വിടേണ്ട കാര്യമാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ സാർ ഏതാ നോക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഭാഗം നോക്കിയിരിക്കണം മക്കളെ. ഈ ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ മാത്രമല്ല, അതിൽ തന്നെ ഇൻസ്റ്റൻറ്റേനിയസും ആവറേജ് ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ. പിന്നെ അതുപോലെ ഇതൊക്കെ തിയറി കോൺസെപ്റ്റുകളാണ്. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്, സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ റീഡ്സ് എന്നൊക്കെ പ്രീവിയസ് ഓൾറെഡി വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത്തരം കാര്യം നോക്കിയാൽ നിങ്ങൾ സേഫാണ്. പിന്നെ പ്രോബ്ലം നോക്കുമ്പം ആ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എറിയുന്ന ആ ഒരു ലെവൽ പ്രോബ്ലംസ് ഒക്കെ നോക്കിയിരിക്കുക. പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫോളിങ് ഓർ മോഷൻ അണ്ടർ ഗ്രാവിറ്റീൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കിയിരുന്നാൽ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓർ ഡയമെൻഷണൽ അനാലിസിസ്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഡയമെൻഷൻ എല്ലാ ചാപ്റ്ററിനും ഉണ്ട് കേട്ടോ, ഡയമെൻഷൻ അനാലിസിസ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യാനും ഡിറൈവ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ചെക്ക് ചെയ്യാനും ഇക്വേഷൻ തന്നിട്ട് ചെക്ക് ചെയ്യാൻ കറക്റ്റാണ്, ചെക്ക് വെദർ ദ ഗിവൺ ഇക്വേഷൻ ഇസ് കറക്റ്റ് ഓർ നോട്ട്. അതുപോലെ തന്നെ ഡിറൈവ് ഇൻ ഇക്വേഷൻ വിച്ച് കണക്റ്റിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അത് പഠിച്ച് സെറ്റായതിന് ശേഷം പഠിച്ചിരിക്കേണ്ട കാര്യം ഞാൻ പിന്നെ പറയാം കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ആണ് കേട്ടോ. പറയാം കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്, അതായത് നിങ്ങൾക്ക് SI യൂണിറ്റ് തന്നിട്ട് അതിനെ CGSലേക്ക് മാറ്റാൻ ഒരു ന്യൂട്ടൺ എത്ര ഡൈനാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ല ബേസ് അല്ല എല്ലാവരും പഠിക്കുന്ന കാര്യമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇതൊക്കെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടാൻ വേണ്ടി ഉതകുന്നതാണ്. അതിൽ ഈ ഒരു ടോപ്പിക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കൂടുതൽ കുട്ടികൾ നോക്കാതിരിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് വൺ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതിൻ്റെ ഏതൊക്കെയാണ് യൂണിറ്റ് ഒന്നും സിമ്പിൾ അറിയാം. അതുപോലെ സപ്ലിമെൻ്ററി യൂണിറ്റ്, പ്ലെയിൻ ആംഗിൾ, സോൾഡ് ആംഗിൾ, ഓക്കെ യൂണിറ്റും സിമ്പിൾ അറിയാം. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഓക്കെ 2 വാല്യൂസ് തന്നിട്ട് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. ബേസാണ്, കാരണം നമുക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചാപ്റ്ററാണ് അത്. ഓക്കെ, ഇനി ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടഫ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ലെങ്ത്തുമായി ബന്ധപ്പെട്ട് വരുമ്പം ലാർജസ്റ്റ് പ്രാക്ടിക്കൽ ഞാൻ നോർമലി ഹൈലൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ലാർജസ്റ്റ് ഇത് റിപ്പീറ്റ് ഒന്നും അല്ല, പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് വരാറില്ല. ബട്ട് നിങ്ങളെല്ലാം പഠിച്ച് ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ് ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഒന്നും നോക്കുന്നത് പ്രശ്നമൊന്നുമില്ല. ഏത് ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക് യൂണിറ്റ് എന്താണ്, പാർ സെക്കൻഡ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നോക്കേണ്ടത്. ഇത്തരം കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ചാപ്റ്ററിൽ എന്ത് ടഫ് വന്നു കഴിഞ്ഞാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇടയ്ക്ക് നല്ല ബിസി ആയതുകൊണ്ടാണ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയതിന് കറക്റ്റ് വേഗം ഒന്ന് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ ടോപ്പിക്സൊക്കെ പഠിക്കാൻ മക്കളെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇമ്പോർട്ടൻറ്റും പ്രീവിയസും മാത്രം പഠിക്കാതിരിക്കുക. നല്ലോണം എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് ഇങ്ങനെ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് അത് ഏത് രീതിയിലാണ് വരിക എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല എക്സാം ആവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നെക്സ്റ്റ് സെഷൻ നമുക്ക് വേറെ എന്താണോ ടോപ്പിക് വെച്ചിട്ട് അത് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, ടോപ്പിക് വൈസ് വീഡിയോസ് എല്ലാം കിടക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കട്ടോ. ഞാൻ ഓൾറെഡി പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ. കുറേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.